ഈ പശ്ചിമ ബംഗാളിലെ മാതഭംഗ ഗ്രാമത്തിൽ നിന്ന് വളരെ രസകരമായ ഒരു വാർത്ത വരുന്നുണ്ട്. അതായത് നേരത്തെ ഭരണത്തിലിരുന്ന തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്, അവിടെ വിവിധ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിനായിട്ട് ഇവന്മാർ നാട്ടുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്. കമ്മീഷൻ. അത് കൈക്കൂലി എന്ന് വേണം പറയാം, കമ്മീഷൻ എന്നല്ല എന്നെ പറയാം, കൈക്കൂലി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൈക്കൂലി വാങ്ങിയതെല്ലാം ഇപ്പം അവർ തിരിച്ചു കൊടുക്കുകയാണ്. തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? തിരിച്ചു കൊടുക്കുന്ന ഇവർ ഗ്രാമത്തിലൂടെ അനൗൺസ്മെന്റ് നടത്തുകയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരികെ തരാൻ ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ നേരിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുക. അതെന്താണെന്നറിയാമോ? യുവമാർക്ക് അടികൊണ്ട് മതിയായി. നാട്ടുകാർ BJP കാരൊന്നും അല്ല, നാട്ടുകാരന്മാരെ തല്ലുന്നത്. കാരണം ഇവന്മാരെ കൊണ്ട് നിവർത്തിയിട്ടിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ അവിടുത്തെ ഒരു മുനിസിപ്പൽ കൗൺസിലർ, ഇയാൾ അവിടുത്തെ ഈ പാവപ്പെട്ട ആളുകൾക്കുള്ള ഭവന പദ്ധതി 1 ലക്ഷം രൂപ മറ്റാണ് വീട് വയ്ക്കാൻ കൊടുക്കുന്നതാണ്. അതിൽ നിന്ന് ഇയാൾ 10,000 രൂപ തൊട്ട് 30,000 രൂപ വരെ കൈക്കൂലി വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ ഭരണം മാറിയതിന് ശേഷം ഇയാൾ ഓർക്കാതെ ഈ ജനങ്ങളുടെ ചെന്ന് കയറി കൊടുത്തു. അവർ ഇയാളെടുത്തിട്ട് അങ്ങോട്ട് പെരുമാറി. അപ്പോൾ ഇയാൾ എങ്ങനെ വണ്ടി കയറുന്നത് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഇയാളൊരു അനുയായി അവിടെ ആയിപ്പോയി. അവനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് നാട്ടുകാർ ഇടിച്ച് ചമ്മന്തിയാക്കിയിട്ട് അവൻ്റെ തുണി അഴിച്ച് നഗ്നനാക്കി അവനെ ഓടിച്ചു. പക്ഷെ അവൻ വടി കൊണ്ട് ഓടുന്നൊരു വിഷ്വലുണ്ട്, ദൂരെ ഓടി മറയുന്നത്, ഓടിത്തള്ളി. അപ്പോൾ അവിടുത്തെ MP മാര് MLA മാര് എല്ലാവരും വഴി കിടന്ന് തല്ലു വായിക്കുകയാണ്. മെനയാന്ന് ഒക്കെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട BJP-യുടെ തൃണമൂൽ നേതാക്കന്മാർ റോഡിൽ കിടന്ന് തല്ലു വായിക്കുകയാണ്. ഈ മമതയുടെ അഭിഷേക് ബാനർജിക്കും അടി കിട്ടി, നല്ലപോലെ കല്ലങ്ങളെടുത്ത് തലക്കിടിച്ചു കൊടുത്താൽ. അതുപോലെ വേറൊരു MP-ക്കും കിട്ടി. 2 MP-മാരെയാണ് അവർ ഓടിച്ചിട്ട് അടിച്ചത്, നാട്ടുകാർ ഓടിച്ചിട്ട് അടിച്ചത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ അടി കാരണം ഇവർക്ക് ഇപ്പം നാട്ടിൽ നിൽക്കാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ പൈസ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വലിയ രസമാണ്. ഈ ഭവന നിർമ്മാണ പദ്ധതിക്കൊക്കെ ആദ്യ ഗഡു അനുവദിക്കുന്ന സമയത്ത് ഇവർക്ക് 15,000 20,000 ഇവരെ കമ്മീഷനാണ്. അത് മൊത്തം മേടിച്ചു കൊടുക്കുന്നതിന്റെ കമ്മീഷൻ ഇവർക്കാണ്. ഇത് കൊടുത്തില്ലെങ്കിൽ രണ്ടാമത്തെ ഗഡു കൊടുക്കുക, രണ്ടാമത്തെ ഗഡു അനുവദിപ്പിക്കും. അതെ. അപ്പോൾ അങ്ങനെ ഈ രണ്ടാമത്തെ ഗഡു അനുവദിക്കാതെ വരുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ആദ്യത്തെ ഗഡുവിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന പൈസയിൽ 10,000-15,000 ഇവർക്ക് കൊടുക്കും. അങ്ങനെ ആ നാട്ടിൽ മുഴുവൻ സ്ഥലത്തും ഇത് തന്നെയായിരുന്നു തൃണമൂൽ കോൺഗ്രസ്സുകാരുടെ പരിപാടി. ഈ പശ്ചിമ ബംഗാളിൽ സർക്കാർ ഓഫീസുകളിൽ, നാട്ടുമ്പുറത്തുള്ള സർക്കാർ ഓഫീസുകളിൽ രാവിലെ ജീവനക്കാർ എത്തുന്നതിന് മുമ്പ് തന്നെ യുവമാർ എത്തുവരുന്നതാണ്. ഇവരുടെ ഇരിക്കുകയാണ്. ആർക്കിന് പൈസ കിട്ടുന്നുണ്ടോ, ആനുകൂല്യം ഉണ്ടോ, അതെല്ലാം അവൻ അറിയണം. അറിയുകയും അപ്പം തന്നെ കക്കൂലി കിട്ടാനുള്ള ഏർപ്പാടാക്കുകയും ചെയ്യും. ഇതിപ്പോ മനുഷ്യരെത്രയും ചൂഷണം ചെയ്തൊരു വിഭാഗം ഉണ്ടല്ലോ. ഇതിപ്പോ അടി കൊണ്ടിട്ട് നമ്മുടെ ഇദ്ദേഹത്തിന് പോലും വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ മമതാ ബാനർജിക്ക് പോലും വെളിയിൽ ഇറങ്ങാൻ പേടിയായതോടെയാണ് ഈ തൃണമൂൽ നേതാക്കൾ ഇതിന് തുടക്കം കുറിച്ചു. തൃണമൂൽ പിളരാനും കൂടെ പോവുകയാണ്. കാരണം ഈ അടി കൊണ്ട് മതിയാ നേതാക്കന്മാർ ഇനി മമതയുടെ പേര് പറഞ്ഞാൽ അടുത്ത അടി കിട്ടുമെന്ന് വിചാരിച്ച് വേറെ പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിപ്പോ തുടക്കം എവിടുന്നറിയോ? അറിയോ? ബംഗാളിലെ കുച്ച് ബിഹാർ ജില്ലയിൽ നിന്നാണ് തുടക്കം ഉണ്ടായിരിക്കുന്നത്. ആ കുച്ച് ബിഹാറിൽ നിന്ന് തുടങ്ങിയത് ഈ നേതൃത്വം ഇത് ഇപ്പോഴാണ് അറിയുന്നതെന്നാണ് പറഞ്ഞത്. അതായത് വ്യാപാരികളുടെയും ഗ്രാമീണരുടെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി. അല്ല, ഇത് അവർക്ക് അറിയില്ലായിരുന്നു പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും. പിണറായി പറയും പോലെ ഉള്ളൂ, ആരും വിശ്വസിക്കില്ല അവർ പറഞ്ഞാൽ. അതെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ എല്ലാ കൈക്കൂലി ഇതിനൊരു ഓമന പേരുണ്ട്, കട്ട്മണി. അതായത് തൃണമൂൽ ഇതിനായിട്ട് ഈ മാസപ്പടി പിരിക്കാൻ, നമ്മൾ ഈ ബോംബെയിലൊക്കെ ഹഫ്ത പിരിക്കാൻ, അങ്ങനെ ഹഫ്ത പിരിക്കാൻ വേണ്ടി ഗുണ്ടകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അന്ന് നമുക്കറിയാം, മോഹൻലാലിന്റെ അന്ന് 1-2 സിനിമയിലുണ്ട് ഇതുപോലെ ഗുണ്ടാപ്പിരിവ്. ഓരോരുത്തരും അവിടെ ചെന്ന് നിന്ന് ഹഫ്ത പിരിക്കുന്നതിനെ കുറിച്ച് ഒരു സിനിമ പോലും ഉണ്ട്. അപ്പം ഈ കട്ട്മണിയാണ് പിടിച്ചു പറിക്കുന്നത്. കട്ട്മണി എന്ന പേരിൽ ഇവർ പിടിച്ചു പറിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് മസ്റ്റാണ്, ഇത് നിങ്ങൾ കൊടുത്തേ പറ്റൂ. അതുപോലെ ജനത്തെ ഇവർ പിഴിയാണ്. അപ്പൊ മാതഭംഗ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ അവിടെയാണെങ്കിൽ വീട് നിർമ്മാണ പദ്ധതിയിൽ നിന്നും സുഭാഷ് പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് 14 പേർക്കാണ് 14 പേരുടെ കയ്യിൽ നിന്ന് ഇമാര് പൈസ മേടിച്ചത് തിരിച്ചു കൊടുത്തു. ആ സുഭാഷ് പള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ മാത്രം, മാതഭംഗയിലെ സുഭാഷ് പള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ മാത്രം ഈ 14 പേരുടെ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്തു. അതുപോലെ ഗുഗുമാരി എന്ന് പറയുന്ന സ്ഥലത്ത് പണം നിങ്ങളെല്ലാവരും വന്ന് കൈപ്പറ്റണം, പണം തിരിച്ചു നൽകുന്നതായിരിക്കും, പഞ്ചായത്ത് അംഗത്തിൻ്റെ വീട്ടിൽ വന്നാൽ മതി, നിങ്ങൾക്ക് പൈസ തിരിച്ചു തരും. അതായത് ഈ പഞ്ചായത്ത് അംഗം കൈപ്പറ്റിയിരുന്നത് 15,000 തൊട്ട് 20,000 രൂപ. അതായത് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ പദ്ധതി വിഹിതത്തിൽ അവർക്ക് അനുവദിക്കുന്നത് ടോട്ടൽ, ആ ടോട്ടലിൻ്റെ ഇത്ര ശതമാനം, അത് 15,000 തൊട്ട് 20,000 വരെ ആയിരുന്നു. ഇത് വളരെ രസകരവും വിചിത്രമായ വാർത്തയാണ്. ഒരു അനൗൺസ്മെന്റ് നടത്താമെന്നല്ല, കൈക്കൂലി ഞങ്ങൾ തിരിച്ചുതരാം, നിങ്ങൾ എല്ലാവരും വന്ന് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളാൻ പറയുന്നത്. അതാണ്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെയൊക്കെയുള്ള ഗ്രാമങ്ങൾ ആ ഗ്രാമത്തിലാണ് കടുത്ത ഭൂരിപക്ഷത്തിൽ, അതായത്
മൃഗീയ ഭൂരിപക്ഷത്തിൽ ഈ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഭരിച്ചിരുന്നതെന്നൊന്നും അല്ല ആലോചിച്ചു. അതെന്താണെന്നറിയാമോ, അത് ബംഗ്ലാദേശിൽ നിന്ന് ആളവിടെ എത്തും. ഇപ്പോൾ SIR വന്നപ്പോഴാണ് പണി പാളിയത്. SIR വന്നപ്പോൾ തിരിച്ചമാരനെ ഓടിയങ്ങ് നാട്ടിലേക്ക് പോയി, രാജ്യത്തേക്ക് പോയി. അല്ല, അതിൻ്റെ അകത്തും വേറെ കാര്യമുണ്ട്. ഇത്രയും അഴിമതിയും കൊള്ളയും പകൽ കൊള്ള നടത്തിക്കൊണ്ടിരുന്ന ഈ തൃണമൂൽ കോൺഗ്രസിനും മമതയ്ക്കും പിന്തുണ പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ BJP ഭരണം പിടിച്ച് ജനങ്ങൾ സാധാരണ നിലയിലേക്ക് ജീവിക്കാൻ തുടങ്ങി, ജനങ്ങളുടെ ഭീതി അകന്നു, ജനങ്ങൾക്ക് മൊത്തത്തിലൊരു പുരോഗതിയിലേക്ക് പോകുന്ന സമയത്ത് ഇയാൾ പറയാണ് മമതാ ബാനർജിയെ. എന്തിനേറെ പറയുന്നു, CPM-ന്റെ പാർട്ടി ഓഫീസുകൾ അവിടെ തുറന്നു തുടങ്ങി. അതാ മുമ്പ് ഈ കട്ട്മണി സമ്പ്രദായം തുടങ്ങി വെച്ചത് ഇവന്മാരാ. CPM ഭരിക്കുന്ന സമയത്ത് ഇത് കട്ട്മണി ഇല്ലായിരുന്നു. ഈ കട്ട്മണി സമ്പ്രദായം തുടങ്ങി വെച്ചത് ഇവർ 2021 തൃണമൂൽ തുടങ്ങി വെച്ചത്. എന്നിട്ട് ഇതിപ്പോൾ അറിയത്തില്ലെന്ന് നേതാക്കൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? എല്ലാവർക്കും അറിയാം, ഇത് എല്ലാവർക്കും അറിയാം. കാരണം ഈ നേതാക്കന്മാർക്ക് സമ്പാദിച്ച കുട്ടീന് കൈ കണക്കൂല എന്ന് പറയുന്നത്. മാത്രമല്ല പാവങ്ങളുടെ വസ്തുവക പിടിച്ചു പറിക്കുക, ഇതൊക്കെ ഒരു രീതിയാണ്. തിരക്കില്ലാത്തൊരു വസ്തു കണ്ടാൽ അതിനെ സ്വന്തമാക്കുക. പണ്ട് തമിഴ്നാട്ടിൽ ജയലളിത സംഘം ചെയ്യാറുന്നതിനെ വേറെ പതിപ്പാണ് ഇവർ ചെയ്യാറുള്ളത്. ആരുടെയെങ്കിലും വസ്തു വീടൊക്കെ ഇതുപോലെ ഒരു ബലം പ്രയോഗിച്ച് എഴുതി വാങ്ങി. ഈ കട്ട്മണി സമ്പ്രദായം അവിടുത്തെ അലിഖിത നിയമം. കൈമടക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു കാര്യവും നടക്കുകയില്ല. അതും പഞ്ചായത്ത് അംഗങ്ങളാണ്, ഉദ്യോഗസ്ഥരല്ല. പഞ്ചായത്ത് അംഗങ്ങൾ. അതായത് ഈ മുനിസിപ്പാലിറ്റിയിൽ കൊൽക്കത്ത 36-ാം വാർഡ് കൗൺസിലർ സച്ചിൻ സിംഗ് തൃണമൂലിൻ്റെ കൗൺസിലറായിരുന്നു. അയാൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ജനങ്ങൾ ഇയാളുടെ വീടിന് മുന്നിൽ ചെന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. ഒടുവിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു. പിന്നെ വേറൊരു കൗൺസിലർ സുദീപ് പൊല്ല, ഇയാളും തൃണമൂലിന്റെ കൗൺസിലറാണ്. 7 ലക്ഷം നഗരങ്ങളിലല്ല, സിറ്റിയിൽ, കൽക്കട്ടയിൽ, എല്ലായിടത്തും. അതായത് ഈ ഒരു സമ്പ്രദായം എവിടെയെങ്കിലും ഒരിടത്ത് തുടങ്ങി വെച്ചാൽ നാട് മുഴുവൻ. അപ്പൊ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാര്, ജനപ്രതിനിധികൾ, കൗൺസിലർമാര് എല്ലാവരും ഇതാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഈ തൃണമൂൽ കോൺഗ്രസിനെ ജനങ്ങൾ വേരോടെ പിഴുതെറിഞ്ഞു. അത്രയ്ക്ക് ജനം സഹിച്ചു. അപ്പൊ ഇവിടെ പിണറായി വിജയനെ പിഴുതെറിഞ്ഞ പോലെ. അല്ല, അന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ തിരുവനന്തപുരം സംഭവിച്ച പോലെ തന്നെയാണ്. ED ചെന്ന് പിടിക്കാൻ മറ്റേ ഷാജഹാൻ അടിച്ച് നേരപ്പോ തിരുവനന്തപുരത്ത് ആവർത്തിച്ചതിന്റെ അതേ ഒരു ആദ്യ പതിപ്പാണ്. അവിടാണ് തുടങ്ങി വെച്ചത്. അതും ആക്രമിക്കും. ED ആക്രമിച്ച് ഇപ്പൊ താണ്ട ഉണ്ട നിന്ന് തികാറി കിടപ്പുണ്ട്. 2.5 വർഷത്തോളമായി പുറത്തിറങ്ങാൻ പറ്റില്ല, പുറം ലോകം കണ്ടിട്ടില്ല. ഇപ്പൊ കൈയും കാലുവിട്ട് അടിക്കാൻ 5 തവണ ഹൈക്കോടതി സമീപിച്ച് ജാമ്യം ഹൈക്കോടതി തള്ളി. കാരണം ഇയാള് ED എന്ന് പറയുന്ന കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ തടയുകയും അവരെ ആക്രമിക്കുകയും കൊല്ലാൻ നോക്കുകയും ചെയ്താണ് കേസ്. എന്തായാലും നമ്മുടെ ഈ സത്യം പറഞ്ഞ ഈ ഒരു വാർത്ത കൗതുകകരമെന്ന് നമ്മൾ പറഞ്ഞെങ്കിലും ഞെട്ടിക്കുന്ന സംഭവമാണ്. അല്ല, മാത്രമല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങള് ഇളകി തുടങ്ങിയിരിക്കുന്നു. അത് എല്ലായിടത്തുമായി. കാരണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് പൊതുവെ ഒരു ചിന്തയുണ്ട്, ഈ ജനങ്ങൾ മുഴുവൻ പൊട്ടന്മാരാണ്, ജനം കഴുതിയെന്നാണ്. അവിടെയാണ് പിണറായി വിജയന് തെറ്റിയത്. പിണറായി വിജയനോട് ആരോ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഈ നാടിന്റെ ക്യാപ്റ്റനാണ്, നിങ്ങളില്ലെങ്കിൽ കേരളം ഇല്ല എന്ന് പറഞ്ഞു കൊടുത്തു. പുള്ളി ഇത് ധരിച്ചു വശായിപ്പോയി. അല്ല, അത് പുള്ളി 80 വയസ്സ് കഴിഞ്ഞൊരു വൃദ്ധനല്ലേ. 80 കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മയും ബുദ്ധിയൊന്നും പഴുതല്ല നിൽക്കില്ല. പണ്ടായ ചിലപ്പോൾ പിന്നെ ചിന്തിച്ചാൽ അതങ്ങനെ സംഭവിക്കില്ല, ചിലപ്പോൾ നേരെ തിരിച്ച് സംഭവിക്കാമെന്ന്. പക്ഷേ അങ്ങനെ ചിന്തിച്ച് കാണില്ല. ശരി, ഞാൻ തന്നെ ഈ ചുറ്റും നിന്ന് വാഴ്ത്തുമ്പോഴേ ഈ ചുറ്റും നിൽക്കുന്ന ഈ സൈക്കോ ഫാൻസ് ഇവന്മാരിങ്ങനെ ഈ പുഴത്തൽ സംഘം നിന്ന് പൊഴുത്തുമ്പം അതിൽ അഭിരമിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്ക് സംഭവിച്ച ദുരന്തം തന്നെയാണ് ഇയാൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ഈ ജനത്തിൻ്റെ ഒരു പവർ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത്, അതാണ് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാണ് ഈ മമതയ്ക്കും ഈ പിണറായിക്കും ഒക്കെ പറ്റിയ കാര്യം. ജനം പണ്ടത്തേതുപോലെ ജനം പ്രതികരിച്ചു തുടങ്ങി. പണ്ടായിരുന്നു പാർട്ടി നോക്കി വോട്ട് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വന്നതോടെ എല്ലാവരുടെയും കയ്യിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇപ്പം വഴിയെ പോകുന്നവൻ്റെ തലമണ്ട അടിച്ച് കയറിയച്ച് അത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് പിണറായി വിജയൻ പച്ചയ്ക്ക് പറയുമ്പം ഇവിടെ കൈയടിക്കാനും ആഹോ വിളിക്കാനും ഗോഗ വിളിക്കാനും ഇഷ്ടം മരണമാസ് എന്ന് പറയാൻ ഒരുപാട് ആളുണ്ടായിരുന്നു. പക്ഷേ ജനം കണ്ടുകൊണ്ടിരിക്കുന്ന ജനം മനസ്സിലാക്കി ഇത് മരണമാസല്ല, ഇത് ശുദ്ധ വൃത്തികേടാണ്. അതിന് വേറൊരു വേടാണ് പറയുന്നത്, ഈവൻ ഇനി മേലിൽ അധികാരത്തിൽ വരാൻ പാടില്ല. അങ്ങനെയാണ് പിണറായി വിജയനും കൂട്ടുന്നത്. ഇതേ അവസ്ഥയാണ് ഈ പറയുന്ന കേരളത്തിലെ ജനങ്ങൾ അല്പം കൂടി വിദ്യാഭ്യാസം ഉള്ളവരുണ്ടായിരിക്കും ഇവന്മാർ റോഡിലിട്ട് അടിക്കാത്തത്. ഇതേ അവസ്ഥ തന്നെയാണ് ഈ പറയുന്ന ബംഗാളിലും ഉണ്ടായത്. എന്താണെങ്കിലും കൈമടക്ക് മേടിച്ചവനെ അല്ലാത്തവനെയും തൃണമൂലുകാരെ മുഴുവൻ അവിടുത്തെ നാട്ടുകാർ പഞ്ഞിക്കിടുന്നു. അടികൊണ്ട് മടുത്ത് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ഞങ്ങൾ ഈ പൈസ തിരിച്ചു തരാമെന്ന് പരസ്യമായിട്ട് അനൗൺസ്മെന്റ് നടത്തേണ്ടത് നമ്മൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വിചിത്രമായ സംഭവം? എന്താണെങ്കിലും അത് നല്ലൊരു തുടക്കമാട്ടെ. ജനം ഉണർന്നു. എന്തും സഹിക്കുന്ന ഒരു നിശബ്ദ ജീവികളിൽ നിന്ന് ജനം പ്രതികരിക്കുന്ന രീതിയിലേക്ക് ഉയർന്നത് വളരെ നല്ല ഒരു കാര്യമാണ്.